സ്ക്രീൻ വിസിബിൾ ആണല്ലോ. ആണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് CUET-യുടെ എൻട്രൻസിൽ വരുന്ന ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് എന്നുള്ള പോർഷൻ ആണ്. ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡസിന്റെ തീരത്തും അതിന്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ്. ഏകദേശം ഒരു ചാൽക്കോലിത്തിക് ഏജോട് കൂടിയാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പഴയ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ചാൾസ് മേസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു 1826 ഹാരപ്പ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്. അദ്ദേഹം അവിടുന്ന് കുറച്ച് റൂയിൻഡ് ആയിട്ടുള്ള ബ്രിക്ക് കാസ്റ്റേഴ്സ് കണ്ടുപിടിക്കുകയും അതിനെ തുടർന്നായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഹാരപ്പയിലെ എക്സ്കവേഷൻസും കാര്യങ്ങളും വന്നത്. അതിനുശേഷം ഒരു 20ാമത്തെ സെഞ്ചുറി ആവുന്ന സമയത്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ജോൺ മാർഷലിന്റെ കീഴിൽ പിന്നീടും അവിടെ എക്സ്കവേഷൻസ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മോഹൻജിദാരോ, അതുപോലെ സിന്ധിൽ വരുന്ന മോഹൻജിദാരോയും അതുപോലെ വേറെ കുറെ സൈറ്റ്സും കാര്യങ്ങളും കണ്ടെത്തുന്നത്. അതിനുശേഷം ഒരു 1922 ആവുന്ന സമയത്ത് കൂടുതൽ എക്സ്കവേഷൻസ് നടക്കുകയും ഹാരപ്പ എന്നുള്ള ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള സിവിലൈസേഷന്റെ ഒട്ടുമിക്ക സൈറ്റ്സുകളും കണ്ടുപിടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നമ്മള് ഈ ഒരു ഹാരപ്പൻ കൾച്ചറിനെ അല്ലെങ്കിൽ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ കോമൺ ആയിട്ടും ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഹാരപ്പൻ കൾച്ചർ നമ്മൾ ഏറ്റവും ആദ്യമേ ഡിസ്കവർ ചെയ്യുന്നത് ഹാരപ്പ എന്നുള്ള സൈറ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹാരപ്പൻ കൾച്ചർ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് ഈ നോട്ടിലേക്ക് നോക്കാം. നമുക്ക് ഇൻട്രൊഡക്ഷൻ തൊട്ട് നോക്കാം. There are several archaeological cultures in the region prior to the Indus Valley civilization. അപ്പോ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻഡസിന്റെ തീരത്ത് വേറെ കുറെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. These cultures were associated with distinctive pottery, evidences of agriculture and pastoralism and some craft. അപ്പോ നമ്മൾ ഈ കൾച്ചർ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, അവിടെ കുറച്ച് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള പോട്ടറീസിന്റെ എവിഡൻസസ് കിട്ടുന്നുണ്ട്, അഗ്രികൾച്ചർ നടന്നതായിട്ടുള്ള എവിഡൻസസ് കിട്ടുന്നുണ്ട്, ക്രാഫ്റ്റിന്റെയും എവിഡൻസസ് കിട്ടുന്നുണ്ട്. സെറ്റിൽമെന്റ്സ് വെയർ ജനറലി സ്മോൾ ആൻഡ് there were virtually no large buildings. അപ്പോ നമ്മൾ ഈ സെറ്റിൽമെന്റ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താ വലിയ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പകരം എന്താ, കമ്പാരിറ്റീവ്ലി ഭയങ്കര ചെറുതായിട്ടുള്ള ബിൽഡിങ്സും സെറ്റിൽമെന്റ്സും കാര്യങ്ങളും ആയിരുന്നു നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നത്. It appears that there were break between the early Harappan and the Harappan civilization, evident from large-scale burning at some sites as well as the abandonment of certain settlements. അപ്പൊ നമ്മള് ഈ ഏർലി ഹാരപ്പൻ എന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ഏർലി ഹാരപ്പ എന്ന് പറയുന്നത്. അപ്പം ഈ ഏർലി ഹാരപ്പയും ഹാരപ്പൻ സിവിലൈസേഷൻ, അതായത് മെച്ചുവർ ആയിട്ടുള്ള ഹാരപ്പയും കൂടി എടുത്തു നോക്കുമ്പോൾ ആ രണ്ടിന്റെയും ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കുറേ സൈറ്റ്സും സിറ്റീസും ഹാരപ്പയിൽ ഉണ്ടായിരുന്ന സിറ്റീസും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറെ സ്ഥലങ്ങള് ഒറ്റപ്പെട്ടു പോയിരുന്നു, കുറെ സൈറ്റ്സ് കത്തി നശിച്ച രീതിയിലും അതുപോലെ കുറെ ഡാമേജസ് വന്ന രീതിയിലും ഒറ്റപ്പെട്ട രീതിയിലൊക്കെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആദ്യമേ നോക്കുന്നത് സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് ആണ്. അപ്പം ഇവിടെ 2 മാപ്പാണ് കൊടുത്തിരിക്കുന്നത്, കാണാലോ. ഈ 2 മാപ്പിലും പറയുന്നത്, ഒന്നാമത്തെ മാപ്പ് എന്ന് പറയുന്നത് മെച്ചുവർ ഹാരപ്പൻ കൾച്ചറിനെ പറയുന്നതും ഈ രണ്ടാമത്തെ മാപ്പ് എന്ന് പറയുന്നത് ഏർലി ഹാരപ്പൻ കൾച്ചറിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. These cultures also shared certain common elements including subsistence strategies. അപ്പൊ നമുക്ക് ഈ 2 സ്ഥലങ്ങൾ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ 2 മാപ്പും കൂടെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഒന്നാമത്തെ മാപ്പിൽ നമുക്ക് കാണാം കാലിബംഗൻ, അതുപോലെ കാലിബംഗൻ കാണാം, ബനവാലി എന്നുള്ള സൈറ്റ് കാണാം, രാഖികാർക്കി എന്നുള്ള സൈറ്റ് കാണാം. തിരിച്ച് നമ്മൾ ഈ രണ്ടാമത്തെ മാപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം രാഖികാർക്കി ഉണ്ട്, കാലിബംഗൻ ഉണ്ട്, അങ്ങനെയുള്ള 2 സൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താ, കോമൺ ആയിട്ട് ഏർലി ഹാരപ്പയിലും മെച്ചുവർ ഹാരപ്പയിലും ഒരേപോലെ വരുന്ന സൈറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
The Harappans ate a wide range of plants and animal products, including fish. അപ്പം ഇവരുടെ സബ്സിസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മളിവിടെ ഫുഡിനെ കുറിച്ചാണ് ആദ്യമേ നോക്കേണ്ടത്. ഇവര് ഒരുപാട് ടൈപ്പിലുള്ള, അതായത് കുറേ ടൈപ്പിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ഫുഡ്, അതായത് പ്ലാന്റ്സിനെ ഭക്ഷിച്ചിരുന്നു, ആനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തിരുന്നു, ഇൻക്ലൂഡിങ് എന്താ ഫിഷ് വരെ അവര് അവരുടെ ആ ഒരു സമയത്ത് അവര് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. Archaeologists have been able to reconstruct dietary practices from finds of charred grains and seeds. അപ്പം ഇവരൊരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഡയറ്ററി പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് ആർക്കിയോളജിസ്റ്റ് പറയുന്നത്. അപ്പം ആർക്കിയോളജിസ്റ്റ് അങ്ങനെ പറയാനുള്ള കാരണം ഇവർക്ക് അവിടുന്ന് ഹെൽത്തി ആയിട്ടുള്ള ഗ്രെയിൻസിന്റെയും സീഡ്സിന്റെയും ഒക്കെ എവിഡൻസസ് കിട്ടുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ബേസിലാണ് എന്താ ആർക്കിയോളജിസ്റ്റ് പറയുന്നത്, അവിടെ ഒരു ഡയറ്ററി പ്ലാന് ഹാരപ്പയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന്. These are studied by archaeobotanists who were specialists in ancient plant remains. അപ്പം ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ അവിടെ നിന്ന് കിട്ടിയ എവിഡൻസസിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് അവിടെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടെത്തുന്നത് ആരായിരുന്നു? ആർക്കിയോബൊട്ടാനിസ്റ്റ് ആയിരുന്നു. ആർക്കിയോബൊട്ടാനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ് റിമൈൻസിനെ കുറിച്ച് പഠിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്കിയോ ബൊട്ടാനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആർക്കിയോ ബൊട്ടാനിസ്റ്റ് അവിടെ നിന്ന് കിട്ടിയ ഏൻഷ്യന്റ് പ്ലാന്റ് റിമൈൻസിൽ നിന്നും അതുപോലെ സീഡ്സിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് പറയുന്നത് എന്ത്, അവിടെ അവർക്ക് അല്ലെങ്കിൽ ഹാരപ്പയിൽ ജീവിച്ചിരുന്നവർക്ക് ഒരു ഡയറ്ററി പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. Grains found at Harappan sites include wheat, ബാർലി, ലെന്റിൽ, ചിപ്പി ആൻഡ് സീസെയിം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഗ്രെയിൻസ് ആ ഹാരപ്പൻ സൈറ്റ്സിൽ നിന്ന് കിട്ടിയത്? വീറ്റ് കിട്ടുന്നുണ്ട്, ബാർലി ഉണ്ട്, ലെന്റിൽ ഉണ്ട്, ചിപ്പി ഉണ്ട്, സീസെയിം ഉണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ടെണ്ണമാണ് വീറ്റും ബാർലിയും. അപ്പം ഹാരപ്പൻ സൈറ്റിൽ നിന്ന് നമുക്ക് കുറെ ഗ്രെയിൻസ് കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഏതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? വീറ്റ് ഓർത്തിരിക്കണം, ബാർലി ഓർത്തിരിക്കണം. മില്ലറ്റ്സ് ആർ ഫൗണ്ട് ഫ്രം സൈറ്റ്സ് ഇൻ ഗുജറാത്ത്. അതിനുശേഷം നമുക്ക് എന്താ, മില്ലറ്റ്സ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഗുജറാത്തിലുള്ള സൈറ്റ്സിൽ നിന്നാണ് നമുക്ക് മില്ലറ്റ്സ് കിട്ടുന്നത്. ഫൈൻസ് ഓഫ് റൈറ്റ്സ് ആർ റിലേറ്റീവ്ലി റയർ. അപ്പം അരിയുടെ അവശിഷ്ടം നമുക്ക് ഒന്നോ രണ്ടോ സൈറ്റിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആ അരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അവിടെ ഭയങ്കര റയർ ആയിരുന്നു, അല്ലെങ്കിൽ അവര് അധികമായിട്ട് അത് യൂസ് ചെയ്തിരുന്നില്ല എന്നുള്ളൊരു കൺക്ലൂഷൻസിലേക്കാണ് നമ്മൾ ഇതിൽ നിന്ന് എത്തുന്നത്. ആനിമൽ ബോൺസ് ഫൗണ്ട് അറ്റ് ഹാരപ്പൻ സൈറ്റ് ഇൻക്ലൂഡ് ദോസ് ഓഫ് കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ ആൻഡ് പിഗ്. അപ്പൊ നമുക്ക് ഈ ഹാരപ്പൻ സൈറ്റ്സ് എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കുറച്ച് ഈ ആനിമൽസിന്റെ സ്കെൽട്ടൻസും ബോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം അത് വെച്ച് നമ്മൾ അത് ഏത് ആനിമൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഏതൊക്കെ ആനിമൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? കാറ്റിൽ ഉണ്ടായിരുന്നു, ഷീപ്പ് ഉണ്ടായിരുന്നു, ഗോട്ട്, ബഫല്ലോ, പിഗ്. അപ്പം ഈ 5 ബോൺസും സ്കെൽട്ടൻസും ആണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഹാരപ്പൻ സൈറ്റ്സിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്നത്. Studies done by archaeozoologists or zooarchaeologists indicate that these animals were domesticated. അപ്പം ആർക്കിയോസുവോളജിസ്റ്റ് എന്ന് പറയുന്ന ആരാ? ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ആ ബോൺസിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ ആനിമൽ ബോൺസിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്കിയോസുവോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ആർക്കിയോസുവോളജിസ്റ്റ് ഈ ഹാരപ്പൻ സൈറ്റ്സിൽ നിന്ന് കിട്ടിയ ആ ഒരു ബോൺസിന്റെ ഒക്കെ ബേസിൽ പറയുന്ന എന്താണ്? ഈ ആനിമൽസിനെ എല്ലാം ഹാരപ്പയിലുള്ളവര് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. ബോൺസ് ഓഫ് വൈൽഡ് സ്പീഷീസ് സച്ച് ആസ് ബോർ, ഡിയർ ആൻഡ് ഗൈറൽ ആർ ഓൾസോ ഫൗണ്ട്. അപ്പം വൈൽഡ് സ്പീഷീസിൽ വരുന്ന ബോർ എന്ന് പറയുന്നത് ഒരു പിഗിന്റെ തന്നെ ഒരു വൈൽഡ് സ്പീഷീസിൽ വരുന്ന ഒരു ആനിമൽ ആണ് ബോർ. അതുപോലെ ഡിയർ, ഗൈറൽസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൊക്കഡോയിലിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ആനിമൽ ആണ് ഗൈറൽ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ എന്താ ബോൺസ് നമുക്ക് ഹാരപ്പൻ സൈറ്റ്സിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. We do not know whether the Harappans hunted these animals themselves or obtained meat from hunting other communities. അപ്പൊ നമുക്കറിയില്ല ഇവര് വളർത്തിയിരുന്ന ആ മൃഗങ്ങളെ തന്നെയാണോ ഇവരുടെ ഫുഡ് ആക്കിയിരുന്നത്, അതോ അവര് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വേറെ ആനിമൽസിനെ ഹണ്ട് ചെയ്തിരുന്നാണോ ഫുഡ് കണ്ടെത്തിയിരുന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഉറപ്പില്ലാത്തതാണ്. ബോൺസ് ഓഫ്
ഫിഷ് ആൻഡ് ഫൗൾ ആർ ഓൾസോ ഫൗണ്ട്. അപ്പം ഇവര് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇവര് ഫിഷ് യൂസ് ചെയ്തിരുന്നു. അതുപോലെ ഫൗൾ എന്ന് പറഞ്ഞാൽ ഈ ഹെൻ അങ്ങനത്തെ പോലത്തെ അല്ലെങ്കിൽ അതിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ബേർഡ് തന്നെയാണ് ഈ ഫൗൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫിഷിന്റെ ബോൺസ് കിട്ടുന്നുണ്ട്, ഫൗളിന്റെ ബോൺസ് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹാരപ്പൻസിന്റെ ആ ഒരു ഫുഡിന്റെ ആ ഒരു മൊത്തത്തിലുള്ളത് എടുക്കുമ്പോൾ അവരെന്തൊക്കെ യൂസ് ചെയ്തിരുന്നു? വീറ്റ് യൂസ് ചെയ്തിരുന്നു, ബാർലി യൂസ് ചെയ്തിരുന്നു, മില്ലറ്റ്സ് യൂസ് ചെയ്തിരുന്നു. അതിന്റെ എവിഡൻസസ് നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? ഗുജറാത്തിൽ നിന്നാണ് അവര് മില്ലറ്റ് യൂസ് ചെയ്തിരുന്നുള്ളതിന്റെ. പിന്നെ നമ്മൾ നോക്കുമ്പോ എന്താ, അവർ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പം ആനിമൽസിന്റെ ബോൺസ് കിട്ടുന്നു. പക്ഷെ നമുക്ക് ഉറപ്പില്ല അവർ ഈ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്ന ആനിമൽസിനെ തന്നെയാണോ ഫുഡിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഫിഷിന്റെ ബോൺസ് കിട്ടുന്നുണ്ട്, ഫൗളിന്റെ ബോൺസ് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയാണ് അവരുടെ ഫുഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. അടുത്ത് നമ്മൾ അവരുടെ അഗ്രികൾച്ചറൽ ടെക്നോളജീസ് ആണ് നോക്കുന്നത്. While the prevalence of agriculture is indicated by finds of grains, it is more difficult to reconstruct actual agricultural practices. അപ്പൊ നമുക്ക് ഇപ്പം എന്താ വീറ്റ്, ബാർലി അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ എവിഡൻസസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? അവിടെ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. പക്ഷെ ഇവരുടെ അഗ്രികൾച്ചർ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ രീതിയിലാണ് അഗ്രികൾച്ചർ നടത്തിയിരുന്നെന്നുള്ള യാതൊരുവിധ ഐഡിയ നമുക്ക് ആ ഒരു സമയം വരെ ഇല്ലായിരുന്നു. Representation on seals and terracotta sculptures indicate that the bull was not, and archaeologists extract from this that oxen was used for fluffing. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് പോട്ടറി കിട്ടുന്നുണ്ട്, സീൽസ് കിട്ടുന്നുണ്ട്. അപ്പം ഈ പോട്ടറിയിലും സീൽസിലൊക്കെ ഓക്സന്റെ ഇമേജ്, ഈ സൈഡിലുള്ള ഇമേജിൽ നോക്ക്, അതിനകത്ത് ഓക്സന്റെ പടം നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഇതൊരു പോട്ടറി എന്നുള്ള ഒരു പോർഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇമേജ്. അപ്പൊ ഇതിൽ നിന്ന് അപ്പം ഈ ഒരു ഓക്സനെ ഇവരുടെ പോട്ടറിയിൽ യൂസ് ചെയ്യാൻ ആ ഓക്സിനെ അവർ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്നാണ് അതിന്റെ ഒരു മീനിങ്. Moreover, the terracotta models of plough have been found at site in ചോലിസ്ഥാൻ ആൻഡ് ബനവാലി. അപ്പം നമുക്കെന്താ പ്ലഫിന്റെ മോഡൽസ് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ടെറാക്കോട്ട മോഡൽസ് ആണ് കിട്ടുന്നത് പ്ലഫിന്റെ. എവിടെ നിന്നാണ്? മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ബനവാലി എന്നാണ്. ബനവാലി എന്ന് പറയുന്നത് ഹാരപ്പൻ കൾച്ചറിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് ആണ്. അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഹരിയാനയിലാണ്. അപ്പം ഇപ്പം ഹാരപ്പൻസിന് സീൽസ് ഉണ്ട്, ടെറാക്കോട്ട ഫിഗറൈൻസ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? അതിനകത്ത് കൊത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഡെപ്പിക്റ്റിൽ നിന്നും ഇവര് ഓക്സനെ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ബനവാലിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ടെറാക്കോട്ട മോഡൽ ഓഫ് പ്ലഫിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നു? ഇവര് പ്ലഫും യൂസ് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. Archaeologists have also found evidences of pluffed field at കാലിബംഗൻ. അപ്പൊ പിന്നീടുള്ള എക്സ്കവേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? രാജസ്ഥാനിൽ വരുന്ന ഹാരപ്പൻ കൾച്ചറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് കാലിബംഗൻ എന്ന് പറയുന്നത്. കാലിബംഗനില് എക്സ്കവേഷൻസ് നടത്തിയ ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിക്കുന്ന എന്താണ്? അവിടെ ഒരു പ്ലഫ് ചെയ്തൊരു ലാൻഡിന്റെ എവിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ബനവാലിയിൽ നിന്ന് കിട്ടുന്നത് എന്താ? ഒരു പ്ലഫിന്റെ ടെറാക്കോട്ട മോഡൽ ആണെങ്കിൽ കാലിബംഗനിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു പ്ലഫ് ചെയ്തൊരു ഫീൽഡിന്റെ എവിഡൻസസ് ആണ് കിട്ടുന്നത്. The field has two set of furrows at the right angles to each other, suggesting that two different crops were grown together. അപ്പൊ എന്താ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോപ്സ് യൂസ് ചെയ്തതിന്റെ എവിഡൻസസ് ഒക്കെ നമുക്ക് ഈ കാലിബംഗനിൽ നിന്ന് കണ്ടെത്തിയ ആ ഒരു പ്ലഫ് ഫീൽഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. Archaeologists have also tried to identify the tools used for ഹാർവെസ്റ്റിംഗ്. അപ്പം ഇവര് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് നടത്തിയിരുന്നു എന്നുള്ള എവിഡൻസസ് നമുക്ക് കിട്ടി, ഫുഡ് ഗ്രെയിൻസ് യൂസ് ചെയ്തിരുന്നു എന്നുള്ള എവിഡൻസസ് കിട്ടി, പ്ലഫ് യൂസ് ചെയ്തിരുന്നു എന്നുള്ള എവിഡൻസസും കിട്ടി. അതുപോലെ എന്താ, പ്ലഫ് ചെയ്ത ലാൻഡിന്റെ എവിഡൻസസും കിട്ടി. ഇനി ഇവർ എന്തൊക്കെ ടൈപ്പുള്ള ടൂൾസ് ആയിരുന്നു അതിനു വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് ആണ് പറയുന്നത്. മോസ്റ്റ് ഹാരപ്പൻ സൈറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ സെമി arid land where irrigation was probably required for agriculture. അപ്പം സെമി എയർഡ് ആയിട്ടുള്ള ലാൻഡ്സിലായിരുന്നു കൂടുതലായിട്ടും ഈ ഹാരപ്പൻ സൈറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഈ സെമി എയർഡ് ലാൻഡ്സ് എന്ന് പറയുന്നത് അവിടെ
ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്, എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി കുറച്ച് മഴ കിട്ടുന്ന സ്ഥലമാണ് ഈ സെമി ഏരിഡ് ലാൻഡ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു കൂടുതലായിട്ടും ഈ ഹാരപ്പൻ സൈറ്റ്സ് ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ രീതിയിലുള്ള മഴ മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. അപ്പം അവർക്ക് അഗ്രികൾച്ചർ നല്ലപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് വേണമായിരുന്നു, ഒരു ഇറിഗേഷൻ സിസ്റ്റം അവർക്ക് വേണമായിരുന്നു. Traces of canals have been found at Harappan site of Shotugai in അഫ്ഗാനിസ്ഥാൻ. അപ്പം നമുക്ക് ഈ ഇറിഗേഷന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ആ ഇറിഗേഷൻ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള ഹാരപ്പൻ കൾച്ചറിൽ വരുന്ന ഒരു സൈറ്റ് ആയിട്ടുള്ള ഷോട്ടുഗായിൽ നിന്ന് നമുക്ക് പണ്ടവിടെ കനാൽസ് ഉണ്ടായിരുന്നതിന്റെ എവിഡൻസസ് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാകാം, അവര് ഇറിഗേഷന് വേണ്ടിയിട്ട് കനാൽസ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. It is possible that ancient canals slitted up long ago. ചിലപ്പം നമുക്ക് ഇപ്പം ആ കുറെ സ്ഥലത്തുള്ള, ഇപ്പൊ നമുക്ക് ആകെ ഷോട്ടുകായിന്ന് മാത്രമാണ് ആ കനാൽസിന്റെ എവിഡൻസസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കി ഉള്ള ഹാരപ്പൻ സൈറ്റ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ കനാൽസിന്റെ എവിഡൻസസ് കിട്ടാത്തത് ചിലപ്പോൾ ഇത്രയും വർഷമായി പോയതുകൊണ്ട് സ്ലിറ്റ് എന്ന് പറഞ്ഞ ചെളി വന്ന് അടിഞ്ഞ് ആ കനാല് നശിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ ആ എവിഡൻസസോട് അത് ഇല്ലാണ്ടായി പോയതായിരിക്കാം എന്നാണ് പറയുന്നത്. It is also likely that water drawn from the wells was used for irrigation. അതുപോലെ തന്നെ ഇറിഗേഷൻ എങ്ങനെയാണ്, അവര് വെൽസിൽ നിന്നുണ്ടായിരുന്ന, അതായത് കിണറുകളിൽ നിന്നുണ്ടായിരുന്ന വെള്ളവും ഇറിഗേഷന് യൂസ് ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. Besides, water reservoirs found in Dholavira may have been used to store water for agriculture. അതുപോലെ ഈ ഒരു അഗ്രികൾച്ചറിന്റെ അല്ലെങ്കിൽ ആ ഇറിഗേഷന്റെ ആ ഒരു ഫീൽഡിൽ നിന്ന് ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ധോളാവീര, ഗുജറാത്തിലെ ഒരു ഹാരപ്പൻ സൈറ്റ് ആണ് ധോളാവീര എന്ന് പറയുന്നത്. ധോളാവീരയിൽ നിന്ന് നമുക്കൊരു വാട്ടർ റിസർവോയറിന്റെ എവിഡൻസസ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, പിന്നീടത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് അവർക്ക് മഴ ലഭിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം അവർക്ക് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇവർക്ക് അഗ്രികൾച്ചറിന് വെള്ളം വേണമല്ലോ, ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഇവർ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ റിസർവോയേഴ്സ് പണിതായിട്ടുള്ള എവിഡൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. എവിടുന്നാ കിട്ടുന്നത്, ഗുജറാത്തിലുള്ള ധോളാവീരയിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി നമ്മൾ മോഹൻജുദാരോയെ കുറിച്ചാണ് നോക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് കണ്ടല്ലോ, മോഹൻജുദാരോയുടെ ഒരു ഇമേജ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Perhaps the most unique feature of the Harappan civilization was the development of urban centers. അപ്പം ഹാരപ്പൻ സിവിലൈസേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അർബൻ സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്തു വന്ന ആദ്യത്തെ സിവിലൈസേഷൻ എന്നാണ് നമ്മൾ ഈ ഹാരപ്പൻ സിവിലൈസേഷനെ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ ആ ഒരു കാലഘട്ടത്തിന് ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് കൂടിയാണ് വിളിക്കുന്നത്. Although Mohenjo-daro is the most well-known site, the first site to be discovered was Harappa. മോഹൻജുദാരോയാണ് ശരിക്കും ഹാരപ്പ എന്നുള്ള ആ ഒരു സൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളതും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്താ എവിഡൻസസും കാര്യങ്ങളും കിട്ടുന്നതെല്ലാം മോഹൻജുദാരോയിൽ നിന്നാണ്. പക്ഷെ എന്താ, ഏറ്റവും ആദ്യമേ കണ്ടുപിടിച്ചത് ഹാരപ്പ എന്നുള്ള സൈറ്റ് ആയതുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ഒരു പേരില് ഈ ഒരു സിവിലൈസേഷൻ അറിയപ്പെടുന്നത്. The settlement is divided into two sections, one smaller but higher and the other much larger but lower. അപ്പൊ നമ്മള് ഈ ഹാരപ്പയിലെ ഓരോ സൈറ്റ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ അവരുടെ ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സിറ്റാഡലും രണ്ടാമത്തെന്ന് പറയുന്നത് ലോവർ സിറ്റി അല്ലെങ്കിൽ ലോവർ ടൗണും ആണ്. അപ്പം ഹാരപ്പയില് സൈറ്റ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിറ്റാഡലും ഉണ്ട്, ലോവർ സിറ്റി അല്ലെങ്കിൽ ലോവർ ടൗണും ഉണ്ട്. The citadel owes its height to the fact that buildings were constructed on mud brick platforms. അതായത് സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്ന പ്രദേശം, അതായത് ആ സിറ്റിയിലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിലെ തന്നെ കുറച്ച് ഉയർന്ന പ്രതലത്തിനെയാണ് അല്ലെങ്കിൽ ബ്രിക്സ് വെച്ച് കെട്ടി ഒരു സ്റ്റേജ് പോലെ എന്നൊക്കെ നമ്മൾ പറയില്ല, കുറച്ച് ടോപ്പ്, ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലമായിരുന്നു ഈ സിറ്റാഡൽ എന്ന് പറയുന്നത്. ഈ സിറ്റാഡലിന് ചുറ്റും ഇവരെന്താ വാൾസ് ഒക്കെ കെട്ടി മറ്റേ ലോവർ ടൗണിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരുന്നു. The lower town was also walled. അപ്പം ഈ ലോവർ ടൗൺസിന് ചുറ്റും ഇവര് വാൾസും കാര്യങ്ങളും കെട്ടിയിരുന്നു. പക്ഷെ എപ്പോഴും എന്താ, സിറ്റാഡൽ എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന തലത്തിലും ലോവർ ടൗണിൽ നിന്ന് എപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് നിർത്താവുന്ന രീതിയിലായിരുന്നു ഇവരുടെ സിറ്റാഡൽ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്.
It has been calculated that if one labor moved roughly a cubic meter of earth daily just to put the foundation in its place, it would have required 4 million persons day. In other words, mobilizing labor on very large scale. അപ്പം ഇതിനകത്ത് ജസ്റ്റ് ഒരു എക്സാജറേഷൻ പോലെ പറയുന്നതാണ്. ഈ ഒരു ചുറ്റുമുള്ള ആ ഒരു വാൾസ് കെട്ടണമെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സിറ്റാഡൽ എന്നുള്ള സംഭവം അത്രയും ഉയരത്തിൽ കെട്ടിപ്പൊക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 4 മില്യൺ ലേബേഴ്സ് ഒരു ദിവസം തന്നെ വേണ്ടി വരുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. Consider something else. Once the platform were in place, all building activities within the city was restricted to a fixed area on a പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ സിറ്റാഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ സിറ്റാഡൽ എന്താ കുറച്ച് ഹൈറ്റ് ഉള്ള രീതിയിലാണ് ബാക്കി ലോവർ ടൗണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഈ സിറ്റാഡലിലായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് വരുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് എവിടെയായിരുന്നു? ഈ സിറ്റാഡലിലായിരുന്നു. സോ ഇറ്റ് സീംസ് ദാറ്റ് ദ സെറ്റിൽമെന്റ് വാസ് ഫസ്റ്റ് പ്ലാൻ ആൻഡ് ദെൻ ഇംപ്ലിമെന്റഡ് അക്കോർഡിംഗ്ലി. അപ്പൊ ആദ്യമേ ഇവരിങ്ങനെ ഒരു സെറ്റിൽമെന്റ് അവിടെ നേരത്തെ തന്നെ നിശ്ചയിച്ച് വെക്കുകയും പിന്നീടാണ് എങ്ങനെ അവിടെ എല്ലാം പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിച്ചിരുന്നത്. Other signs of planning include bricks which whether sun-dried or baked. അപ്പോൾ നമ്മൾ ഈ ഹാരപ്പൻസിന്റെ ആ ഒരു സിറ്റിയുടെ പ്ലാനിങ് നോക്കുന്ന സമയത്ത് അവർ കൂടുതലും യൂസ് ചെയ്തിരുന്നത് ബ്രിക്സ് ആയിരുന്നു. 2 തരത്തിലുള്ള ബ്രിക്സ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. സൂര്യന്റെ വെളിച്ചത്തിൽ ഡ്രൈ ചെയ്തെടുക്കുന്നതും അതുപോലെ ബേക്ക് ചെയ്തെടുക്കുന്നതും. അപ്പൊ 2 ടൈപ്പ് ബ്രിക്സ് ആയിരുന്നു ഹാരപ്പൻസ് മെയിൻ ആയിട്ടും യൂസ് ചെയ്തിരുന്നത്. സൺ-ഡ്രൈഡ് ആയിട്ടുള്ളതും ബേക്ക്ഡ് ആയിട്ടുള്ളതും. അപ്പൊ ഈ ബ്രിക്സിനെ എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് റേഷ്യോയിലായിരുന്നു അവർ അതുപോലെ ശ്രദ്ധിച്ച് നല്ല രീതിയിലായിരുന്നു ആ ബ്രിക്സും കാര്യങ്ങളും മേക്ക് ചെയ്തിരുന്നതൊക്കെ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് ലേയിങ് ഔട്ട് ഡ്രെയിൻസ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഡ്രെയിനേജിന് ഇവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്രെയിനേജിന്റെ ഒരു ഇമേജ് ആണ്. ഈ ചെറിയ കനാൽസിലൂടെയായിരുന്നു വെള്ളം പോയിക്കൊണ്ടിരുന്നതും. അപ്പൊ ഇവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. One of the most distinctive feature of Harappan cities was the careful planned drainage system. അപ്പം ഡ്രെയിനേജിന് അല്ലെങ്കിൽ ആ ഒരു ക്ലീൻനെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നവരായിരുന്നു ഹാരപ്പൻസ് എന്ന് നമുക്ക് അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. If you look at the plan of the lower town, you will notice that roads and streets were laid out approximate a grid pattern, intersecting at right angles. അതായത് നമ്മൾ ഇവരുടെ ടൗൺസും സിറ്റീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഭയങ്കര ഒരു ഗ്രിഡ് സിസ്റ്റം പോലെ നമ്മളിങ്ങനെ കോളം വരച്ച് തിരിച്ചു വെച്ചിരിക്കുന്ന പോലെയായിരുന്നു മുകളിൽ നിന്നുള്ള ഈ സൈറ്റ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റീസിന്റെ ഒക്കെ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് റൈറ്റ് ആംഗിളിൽ വെട്ടിമുറിച്ച് വെച്ചിരിക്കുന്ന പോലെയായിരുന്നു ഇവരുടെ ഓരോ ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം വന്നിരുന്നത്. അതുപോലെ ഓരോ റോഡും എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഭയങ്കര റൈറ്റ് ആംഗിളിൽ ഭയങ്കര പെർഫെക്ഷനോട് കൂടിയായിരുന്നു ഇവരുടെ റോഡ്സും സ്ട്രീറ്റ്സും കാര്യങ്ങളെല്ലാം വന്നിരുന്നത്. It seems that street with drains were laid out first and then houses were built along them. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് എന്താ? ഇവര് ഈ സ്ട്രീറ്റ്സ് ഒക്കെ പണിതതിന് ശേഷം സ്ട്രീറ്റ്സും അതുപോലെ ഡ്രെയിൻസും പണിതതിന് ശേഷമാണ് എന്ത് ഇതിന്റെ ഓരോ സൈഡിലായിട്ട് വീടുകൾ പണിത് തുടങ്ങിയെന്നാണ് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നത്. If domestic water had to flow into the street drain, every house needs to have at least one wall along the street. അപ്പം ഈ എല്ലാ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറും എല്ലാം ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജിലേക്കായിരുന്നു എത്തിച്ചേർന്നതായിരുന്നു. അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് എല്ലാ വീടുകളിൽ നിന്നും അവിടുത്തെ വേസ്റ്റ് ആയിട്ടുള്ള വാട്ടറും കാര്യങ്ങളും കോമൺ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജിലേക്ക് എത്താനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തിരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇവർ ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നാണ്. Domestic architecture in Indus Valley civilization. The lower town at Mohenjo-daro provides examples of residential buildings. അപ്പൊ നമ്മൾ നേരത്തെ സിറ്റാഡലിന്റെ കാര്യം പറഞ്ഞു. സിറ്റാഡൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ മെയിൻ ആയിട്ടുള്ള റിച്വൽസും കാര്യങ്ങളും എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ മീറ്റിംഗ്സോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രം ഒത്തുകൂടിയിരുന്ന ഒരു സ്ഥലം പോലെയാണ് സിറ്റാഡലിനെ പറയുന്നത്. ഒരു ഹൈ
പ്ലാറ്റ്ഫോം ആയിരുന്നു എന്ത് സിറ്റാഡൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലോവർ ടൗൺ നോക്കുന്ന സമയത്ത് ലോവർ ടൗൺ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു, അല്ലെങ്കിൽ കൂടുതലും റെസിഡൻഷ്യൽ ബിൽഡിങ്സ് കാണപ്പെട്ടിരുന്ന ഏരിയയാണ്. മറ്റേതെന്താ, എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളും വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി മാത്രം മാറ്റി വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു സിറ്റാഡൽ എന്ന് പറയുന്നത്. പക്ഷെ ലോവർ ടൗൺ എന്ന് പറയുന്നത് എന്താ, സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ ഹാരപ്പയിലുള്ള ആൾക്കാര് ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത് ലോവർ ടൗൺ എന്ന് പറയുന്നത്. മെനി വെയർ സെന്റർഡ് ഓൺ എ കോർട്ട്യാർഡ് വിത്ത് റൂംസ് ഓൺ ഓൾ സൈഡ്സ്. എങ്ങനെയായിരുന്നു അത് കാണപ്പെട്ടിരുന്നത്? ഒരു വലിയ കോർട്ട്യാർഡ് ഉണ്ടാകും, ആ കോർട്ട്യാർഡിന് ചുറ്റും റൂംസ്, എല്ലാ സൈഡ്സിലും എന്തുണ്ടാകും, റൂംസ് ഉണ്ടാകും. അങ്ങനെയായിരുന്നു അവരുടെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. The courtyard was probably the center of activities such as cooking, weaving, particularly during hot and dry weather. അപ്പം ഈ ഒരു വീടിന്റെ കോർട്ട്യാർഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അവർ എന്തിനു വേണ്ടിയിട്ടൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്? കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എന്താ, കുക്കിങ്ങിന് വേണ്ടിയിട്ട്, വീവിങ്ങിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇവര് ആ ഒരു വീടിന്റെ കോർട്ട്യാർഡ് യൂസ് ചെയ്തിരുന്നത്. What is also interesting is that an apparent concern for privacy, there are no windows in the walls along the ground level. അപ്പോ ഇവരുടെ പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നവരായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിലൊന്നും നമുക്ക് വിൻഡോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. പകരം ചില വീടുകൾ 2 നിലയായിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ എന്താ, മുകളിലേക്കുള്ള ആ ഒരു പോർഷനിൽ മാത്രമായിരുന്നു വിൻഡോസ് കണ്ടിരുന്നത്. ഇവര് വെന്റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, പക്ഷെ അതേസമയം ഇവര് പ്രൈവസിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലൊന്നും വിൻഡോസ് കാണാൻ സാധിക്കില്ലായിരുന്നു. Besides, the main entrance does not give a direct view of the interior of the courtyard. അതുപോലെ തന്നെ മെയിൻ എൻട്രൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോർട്ട്യാർഡ്, അതായത് ഈ കുക്കിങ്ങും വീവിംഗ് ഒക്കെ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിന്റെ സെന്റർ ആയിട്ടുള്ള ആ കോർട്ട്യാർഡിലേക്ക് മെയിൻ എൻട്രൻസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു വ്യൂ കിട്ടാത്ത രീതിയിലായിരുന്നു അവരുടെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും. എവറി ഹൗസ് ഹാഡ് its own bathroom paved with bricks with drains connected throughout the wall of the street drains. അപ്പം എല്ലാ വീടുകൾക്കും എന്തുണ്ടായിരുന്നു, ഓരോ വീടുകൾക്കും അവരുടേതായിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതെല്ലാം ബ്രിക്സ് വെച്ച് പാകി നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരുന്നതായിരുന്നു. അതുകൂടാതെ തന്നെ ഇവരുടെ ഡ്രെയിൻസ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവിടെ നിന്നുള്ള ആ ഡ്രെയിനേജ് എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അവരുടെ ആ സ്ട്രീറ്റ് ഡ്രെയിനിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരുന്നു. Some houses have remains of staircases to reach a second story of the roof. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു നില മാത്രമുള്ള വീട് മാത്രമല്ലായിരുന്നു ഹാരപ്പൻസിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്, 2 നില ഉണ്ടായിരുന്നു. അപ്പൊ ആ 2ാം നിലയിലേക്ക് എത്താൻ വേണ്ടി അവര് സ്റ്റെയർകേസസ് യൂസ് ചെയ്തിരുന്നതായിട്ടും പറയപ്പെടുന്നു. Many houses had wells open in the room that could be reached from the outside and perhaps used by passers-by. അപ്പം മിക്ക വീടുകളുടെയും നമുക്ക് വീടിന്റെ അകത്ത് തന്നെ എന്ത് കാണാൻ പറ്റുമായിരുന്നു, വെൽസ്, കിണറുകൾ കാണാൻ പറ്റുമായിരുന്നു. അതവർക്ക് അകത്തുള്ളവർക്കും യൂസ് ചെയ്യാം, അതുപോലെ പുറത്തുള്ളവർക്കും യൂസ് ചെയ്യാവുന്ന തരത്തിലായിരുന്നു ആ വെൽസ് അവിടെ അവർ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. Scholars have estimated that the total number of wells in Mohenjo-daro was about 700. അപ്പം ആർക്കിയോളജിസ്റ്റും അതുപോലെയുള്ള ബാക്കിയുള്ള സ്കോളേഴ്സ് ഒക്കെ എക്സ്കവേഷനിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, മോഹൻജദാരോയിൽ തന്നെ ഏകദേശം 700 കിണറുകളാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അപ്പൊ ഇത്രയാണ് ആ ലോവർ ടൗണും മോഹൻജദാരോയിൽ വരുന്ന ആ ഒരു കൺസ്ട്രക്ഷൻസിന്റെയും കാര്യങ്ങൾ പറയുന്നത്. ദ സിറ്റാഡൽ ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ സിറ്റാഡലിന്റെ കാര്യം പറഞ്ഞല്ലോ, സിറ്റാഡലിന്റെ ഇമേജസ് ആണ് ഈ കാണുന്നത്. അപ്പൊ അതിനകത്ത് കണ്ടില്ലേ, കുറച്ച് ഒരു ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കെട്ടി, ഇവര് ബ്രിക്സ് വെച്ച് കെട്ടി ഒരു ഉയർന്ന സ്ഥലത്തേക്കാണ് ഈ സിറ്റാഡൽ എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. It is on the citadel that we find evidences of structure that were probably used for special public purposes. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് പർപ്പസസിന്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ്സും കാര്യത്തിനും വേണ്ടിയിട്ടായിരുന്നു എന്ത് യൂസ് ചെയ്തിരുന്നത്, സിറ്റാഡൽസ് യൂസ് ചെയ്തിരുന്നത്. These include the warehouse of massive structure of which the lower brick portions remain while the upper portions probably of wood. decade along ago and great bath. അപ്പൊ ഇവരുടെ ആ ഒരു ബേസ് എന്ന് പറയുന്നത്, അതായത് സിറ്റാഡലിന്റെ ബേസ് എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, ബ്രിക്സ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്.
ഇതിന്റെ അപ്പർ പോർഷൻസ് ചില സമയത്ത് എന്തുകൊണ്ടും വുഡ് കൊണ്ടും നിർമ്മിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സിറ്റാഡലിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു എന്താ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. The Great Bath was a large rectangular tank in the courtyard surrounded by a corridor on all four sides. അപ്പം ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വലിയ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ടാങ്ക് ആയിരുന്നു. ഈ ഗ്രേറ്റ് ബാത്ത് എന്താ ഈ റിച്വൽസിന് വേണ്ടി അല്ലെങ്കിൽ റിച്വൽ ബാത്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്തിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഒരു വലിയ റെക്ടാങ്കുലർ ടാങ്ക് ആയിരുന്നു. ആ ടാങ്കിന്റെ ചുറ്റും എന്തായിരുന്നു? കോറിഡോർസ് പോലെ, അതായത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോർഷൻസ് ഉണ്ടായിരുന്നു 4 വശത്തും. There were 2 flights of steps on north and south leading into the tank. അതുപോലെ തന്നെ നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും ഈ ഒരു ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഗ്രേറ്റ് ബാത്തിന്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. Which was made watertight bricks on heads and using a mortar of gypsum. അപ്പം ഈ ഗ്രേറ്റ് ബാത്തിൽ വെള്ളം തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ ആ വെള്ളത്തിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, വാട്ടർ ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അവര് ബ്രിക്സും അതുപോലെ ജിപ്സവും യൂസ് ചെയ്തിരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാട്ടർ ടൈറ്റ് വരുന്ന രീതിയിലായിരുന്നു ഈ ഗ്രേറ്റ് ബാത്ത് അവര് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. There were rooms on 3 sides in one of which was a large well. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രേറ്റ് ബാത്തിന്റെ ചുറ്റും നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ പോലെ കോറിഡോർസ് ഉണ്ട്, 2 സൈഡിൽ നിന്ന് സ്റ്റെപ്പ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിന്റെ 3 സൈഡ്സിലായിട്ട് നമുക്ക് കുറച്ച് റൂംസ് കാണാൻ പറ്റും. ഈ റൂംസിൽ എന്താ മോസ്റ്റ് പ്രോബബ്ലി അവിടെ എന്താ വെല്ലും അല്ലെങ്കിൽ കിണറും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതവർക്ക് എന്താ ആ ഒരു റിച്വൽസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വാട്ടർ ഫ്രം ദ ടാങ്ക് ഫ്ലോഡ് ഇൻ ടു എ ഹ്യൂജ് ഡ്രെയിൻ. അപ്പൊ നമ്മൾ നേരത്തെ ഇവരുടെ വീടുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രേറ്റ് ബാത്തിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കോമൺ ആയിട്ടുള്ള ഡ്രെയിനേജിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. Across a lane to the north lay a smaller building with 8 bathrooms, 4 on each side of the corridor with drains from each bathroom connecting the drain that. അതുപോലെ തന്നെ ഇതിന്റെ നോർത്ത് സൈഡിലായിട്ട് വേറൊരു സ്മോളർ ബിൽഡിങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 8 ബാത്റൂംസോട് കൂടിയും അതുപോലെ അതിവിടെയായിരുന്നു കാണപ്പെട്ടിരുന്നത്, കോറിഡോർസിന്റെ സൈഡിലായിരുന്നു കാണപ്പെട്ടിരുന്നതൊക്കെ. The uniqueness of the structure has led scholars to suggest that it was meant for some kind of special ritual bath. അപ്പൊ എന്താണ് സ്കോളേഴ്സ് ഒക്കെ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം പറയുന്നത് എന്താണ്? ഈ ഗ്രേറ്റ് ബാത്ത് എന്നത് റിച്വൽ പർപ്പസസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റിച്വൽ ബാത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. സോഷ്യൽ ഡിഫറൻസസ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സോഷ്യൽ ഡിഫറൻസസ് നോക്കുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ഈ ഇമേജസ് നോക്കിയാൽ മനസ്സിലാകും. ഓരോ രീതിയിലായിരുന്നു അവരുടെ ബറിയൽസും കാര്യങ്ങളും വന്നിരുന്നത്. കണ്ടോ, ചിലതിൽ ഒരു പോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു, ചിലത് വെറുതെ അതേപോലെ തന്നെ സ്കെൽട്ടൺ ആയിട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ചിലതിന്റെ കൂടെ എന്താ പോട്ട്സ് മാത്രമായിട്ട് കാണപ്പെട്ടിരുന്നു. Archaeologists generally use certain strategies to find out whether there is or economic difference among the people living within the particular culture. അപ്പം ആർക്കിയോളജിസ്റ്റ് ഒരു യൂസ് ചെയ്തിരുന്നു എന്തിനു വേണ്ടിയിട്ട്? ഇവരുടെ ഇടയ്ക്ക്, അതായത് ഈ ഹാരപ്പയിൽ ആൾക്കാരുടെ ഇടയ്ക്ക് സോഷ്യൽ ആയിട്ടുള്ളതും ഇക്കണോമിക് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദീസ് ഇൻക്ലൂഡ് സ്റ്റഡിങ് ബറിയൽസ്. അപ്പോൾ അവർ ഈ സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഇക്കണോമിക് ആയിട്ടുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന എന്തായിരുന്നു? ഇവരുടെ ബറിയൽസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു. You are probably familiar with the massive pyramids of Egypt, some of which were contemporaries with the Harappan civilization. കാരണം ബറിയൽസ് തന്നെ എടുത്ത് പഠിക്കാൻ കാരണം
ഈ ഒരു സമയത്ത് ഹാരപ്പൻ സിവിലൈസേഷന്റെ ഏകദേശം ആ ഒരു ടൈം പീരീഡിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വരുന്നത്. അപ്പം ഈജിപ്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പിരമിഡ് കാണാൻ പറ്റും. പിരമിഡും എന്തായിരുന്നു? ഏകദേശം ഒരു ബറിയൽസ് പോലെയായിരുന്നല്ലോ ആക്ട് ചെയ്തിരുന്നത്. അപ്പം അത് വെച്ചിട്ട് ഇവരുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കൽ ഡിഫറൻസസ് പഠിക്കാൻ വേണ്ടിയിട്ട് ആർക്കിയോളജിസ്റ്റ് എന്ത് യൂസ് ചെയ്തിരുന്നു? ഇവരുടെ ബറിയൽസിനെ പറ്റി പഠിച്ചിരുന്നു. Many of these pyramids were royal burials where enormous quantities of wealth were buried. അപ്പൊ നമ്മള് ഇവരുടെ പിരമിഡ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈജിപ്തിലെ നമുക്ക് എന്താ കാണാൻ പറ്റുന്ന? റോയൽ ബറിയൽസ് ആയിരുന്നു ഈ പിരമിഡ്സ് എന്ന് പറയുന്നത്. ഇവര് ഇവരുടെ ആ ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ബോഡി പിരമിഡ്സിൽ അടക്കം ചെയ്യുന്നതിനോടൊപ്പം വെൽത്തും ബറി ചെയ്തിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. At burials in Harappan sites, the dead was generally laid in pits. പക്ഷെ നമ്മൾ ഹാരപ്പൻ സൈറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഡെഡ് ബോഡി ജനറലി എങ്ങനെയായിരുന്നു? പിറ്റ്സിൽ ബറി ചെയ്തിരുന്ന രീതിയിൽ അല്ലെങ്കിൽ പിറ്റ്സിൽ വെറുതെ കിടത്തിയിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. Sometimes there were differences in the way the burial pits was made. In some instances, the hollowed out spaces were lined with the bricks. അപ്പൊ ഈ ബറിയൽ പിറ്റ് പല രീതിയിലാണ് അവര് നിർമ്മിച്ചത്. വെറുതെ കൊണ്ട് കിടത്തുക, ചിലതിൽ പക്ഷെ എന്താ ബ്രിക്സ് വെച്ച് ലൈൻ ചെയ്ത് ഒരു കവറിങ് പോലെ കൊണ്ടുവരാം. അങ്ങനെ പല പല രീതിയിലായിരുന്നു ബറിയൽ പിറ്റ്സ് കാണപ്പെട്ടിരുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ ഒരു സോഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. എന്നാൽ ഏറെക്കുറെ എന്താ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. Some graves contain pottery and ornaments, perhaps indicating a belief that this could be used in the afterlife. അപ്പൊ നമ്മൾ ചില ഗ്രേവ്സ് ഹാരപ്പൻ സൈറ്റിൽ നിന്ന് കിട്ടിയ ചില ഗ്രേവ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് പോട്ടറീസും ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇവര് ആഫ്റ്റർ ലൈഫിൽ ബിലീവ് ചെയ്തിരുന്നവരാണെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. Jewelry had been found in burials of both men and women. അപ്പൊ മെന്നിന്റെയും വുമന്റെയും രണ്ടുപേരുടെ ബറിയൽസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിരുന്നു? ജുവലറീസ് കിട്ടിയിരുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ആരൊക്കെ? മെന്നും വുമണും കോമൺ ആയിട്ട് എന്ത് യൂസ് ചെയ്തിരുന്നു? ജുവലറി യൂസ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. In fact, in the excavation at the cemetery in Harappa in the mid-90s, an ornament consists of 3 shell rings and a jasper bead and 100 of micro beads was found near the skull of a man. അപ്പൊ ഒരു 1980s ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ എക്സ്കവേഷൻ ഒരു ഹാരപ്പൻ സൈറ്റിൽ എക്സ്കവേഷൻ നടത്തിയപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു മെയിലിന്റെ സ്കള്ള് കിട്ടുന്നുണ്ട്. ആ സ്കള്ളിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? കുറെ ഓർണമെന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. മെയിൻ ആയിട്ടും എന്താ? 3 ഷെല്ല് റിങ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ജാസ്പർ ബീഡ് എന്ന് പറഞ്ഞ ഒരു സെമി പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ജാസ്പർ എന്ന് പറയുന്നത്. അതുപോലെ കുറെ 100 കണക്കിന് മൈക്രോ ബീഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. In some instances, the dead was buried with copper mirror. ചില ബറിയൽസിന്റെ കൂടെ നമുക്ക് എന്തും കാണാൻ സാധിച്ചിരുന്നു? കോപ്പർ മിറേഴ്സ് അടക്കം ചെയ്തിരുന്നതായിട്ട് കാണപ്പെട്ടിരുന്നു. But on the whole, it appears that Harappans did not believe in burying precious things with the dead. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ മനസ്സിലാവുന്നത്? ഹാരപ്പൻസ് ഈജിപ്തുകാരെ പോലെ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ബറിയൽസിന്റെ കൂടെ വെക്കുന്നതിൽ വിശ്വസിച്ചിരുന്നതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ലുക്കിംഗ് ഫോർ ലക്ഷറീസ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ ഇവരുടെ പോട്ടറീസിലേക്കും കാര്യങ്ങളിലേക്കും അതുപോലെ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതാണ് നമ്മൾ ഈ പോട്ടറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. Another strategy to identify social difference is to study artifacts that archaeologists broadly classify as utilitarian and luxuries. അപ്പൊ നമ്മൾ സോഷ്യൽ ഡിഫറൻസസ് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ നോക്കിയത് എന്താണ്? ഇവരുടെ ബറിയൽസിൽ നിന്ന് കിട്ടിയ എവിഡൻസസിന്റെയും കാര്യങ്ങളുടെയും ബേസിൽ അവിടെ ഒരു സോഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി. രണ്ടാമത് നമ്മൾ നോക്കുന്ന എന്ത് ബേസ് ചെയ്തിട്ടാണ്? ലക്ഷറീസ്, അതായത് അവിടുന്ന് കിട്ടിയ ആർട്ടിഫാക്റ്റിന് ബേസ് ചെയ്ത്. The first category include objects of daily use made fairly easily out of the ordinary material such as stone and clay. അപ്പം ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റ്. അത് കോമൺലി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന
സ്റ്റോണ്, ക്ലേ മുതലായ മെറ്റീരിയൽസ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ദീസ് ഇൻക്ലൂഡ്സ് സ്ക്രീൻസ്, പോട്ടറി, നീഡിൽസ്, ഫ്ലഷ് റബ്ബേഴ്സ്, ബോഡി സ്ക്രബ്ബേഴ്സ് എക്സെട്ര. അപ്പം അങ്ങനെ ആ ഡെയിലി യൂസ് ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു? പോട്ടറീസ് ഉണ്ടായിരുന്നു, സ്ക്രീൻസ് ഉണ്ടായിരുന്നു, നീഡിൽസ് ഉണ്ടായിരുന്നു, ബോഡി സ്ക്രബ്ബേഴ്സും ഉണ്ടായിരുന്നു. And are usually found undistributed throughout the settlement. Archaeologists assume objects were luxuries if they are rare or made from costly non-local materials or with complicated technologies. അപ്പം ആർക്കിയോളജിസ്റ്റ് അസ്യൂം ചെയ്തിരുന്നത് എന്താണ്? ഈ ലക്ഷറീസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ റയർ ആയിട്ടേ കാണപ്പെടുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയാ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് നിർമ്മിച്ചവയായിരിക്കും, അല്ലെങ്കിൽ എന്താ ലോക്കൽ മെറ്റീരിയൽസിൽ നിന്നല്ലായിരിക്കും അവ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ അവ നിർമ്മിക്കുന്ന ആ ടെക്നോളജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ ഒരു ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ച് അവർ ഒരു ഒബ്ജക്റ്റിന് ലക്ഷറി എന്ന് പറയാൻ വേണ്ടി 4 കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അത് റെയർ ആയിട്ടേ കാണപ്പെടാവുള്ളൂ. രണ്ടാമത്തത്, അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് ഉണ്ടാക്കിയിരുന്നത് ആയിരിക്കണം. നോൺ ലോക്കൽ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കണം. അതിന്റെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? കോംപ്ലിക്കേറ്റഡ് ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് വരുന്ന ഒരു വസ്തുവിനെയായിരുന്നു ആർക്കിയോളജിസ്റ്റ് എന്ത് ലക്ഷറീസ് ആയിട്ട് അവിടെ കണക്കാക്കിയിരുന്നത്. The situation becomes more complicated when we find what seems to be articles of daily use, such as spindle wheels made of rare materials such as finance. അപ്പം പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് എത്തുന്നത്, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സ്പിൻഡിൽസും കാര്യങ്ങളൊക്കെ റെയർ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഇവര് നിർമ്മിച്ചിരുന്നു. അതെന്തുണ്ടാക്കി? ഇവര് എങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻസിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. If we study the distribution of such artifacts, we find that rare objects made of valuable material are generally concentrated in large settlements like Mohenjo-daro and Harappa and are rarely found in smaller settlements. അപ്പൊ നമ്മൾ ഇവര് ഈ ആർട്ടിഫാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനെ ബേസ് ചെയ്തൊരു പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഈ റയർ ഒബ്ജക്ട്, അതായത് വാല്യുബിൾ ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ റയർ ഒബ്ജക്ട് കൂടുതലും കാണപ്പെട്ടിരുന്നത് ഹാരപ്പൻ കൾച്ചറിൽ വരുന്ന ലാർജ് സെറ്റിൽമെന്റ്സിലാണ്. അതായത് മോഹൻജൊദാരോ, ഹാരപ്പ പോലുള്ള സൈറ്റ്സിലായിരുന്നു. പക്ഷെ സ്ഥലങ്ങളിലൊന്നും തന്നെ കാണപ്പെട്ടിരുന്നില്ല. അതായത് കാലിബംഗൻ പോലെയുള്ള സ്ഥലത്തൊന്നും ഇത് കാണപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇനി അടുത്ത് പറയുന്നത് ഇവരുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ക്രാഫ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ചാണ്. അപ്പം ഇവരുടെ ക്രാഫ്റ്റിന്റെ ആ ഒരു ഇതിൽ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു മാല പോലെയുള്ള സംഭവമാണ് നമ്മൾ ഈ കാണുന്ന ഇമേജ്. പിന്നെ അവരുടെ എന്താ ഈ സെക്കൻഡ് ഇമേജിൽ ഫസ്റ്റ് നിൽക്കുന്നതാണ് എന്താ ബ്രോൺസ് ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. അവരുണ്ടാക്കിയിരുന്ന പോട്ടറി ഉണ്ട്, അതുപോലെ അവരുടെ സീൽസിന്റെ ഒരു ഇമേജസ് ഉണ്ട്, അതുപോലെ ക്ലേ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ടോയ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത്. The variety of materials used to make beads is remarkable. അപ്പം നമുക്ക് ഈ ഒരു ഇമേജിൽ കാണാം, ഇവർ ബീഡ്സ് യൂസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ ക്രാഫ്റ്റ് പർപ്പസിൽ ഇവർ എന്ത് യൂസ് ചെയ്തിരുന്നു? ബീഡ്സ് യൂസ് ചെയ്തിരുന്നു. അതേപോലെ ഷെല്ലുകൾ കട്ട് ചെയ്ത് യൂസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ എന്തൊക്കെയാ, അപ്പൊ ബീഡ്സ് ഉണ്ടായിരുന്നു, ഷെല്ലും, ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഇവർ എന്ത് നിർമ്മിച്ചിരുന്നത്? ഇവരുടെ ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ് പ്രൊഡക്ഷനിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരുന്നത്. The variety of materials red ബീഡ്സ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒന്നാമത് കാർഡിൽ ഒരു സ്റ്റോൺ യൂസ് ചെയ്തിരുന്നു, അത് നല്ല ആ ഒരു ബീഡ്സ് പോലെ കാണില്ല, എന്ത് നിർമ്മിച്ചിരുന്നായിരുന്നു? കാർണിൽ വെച്ച് നിർമ്മിച്ചിരുന്നതായിരുന്നു. അതുപോലെ തന്നെ അവർ ബീഡ്സ് മെയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ യൂസ് ചെയ്തിരുന്നു? ജാസ്പർ യൂസ് ചെയ്തിരുന്നു, ക്രിസ്റ്റൽ യൂസ് ചെയ്തിരുന്നു, ക്വാർട്സ്, സ്റ്റീറ്റൈറ്റ്, അതുപോലെ മെറ്റൽസ് ആയിട്ടുള്ള കോപ്പർ, ബ്രോൺസ്, ഗോൾഡ്, അതേപോലെ ടെറാക്കോട്ട, ബേൺഡ് ക്ലേ, ഇതെല്ലാം യൂസ് ചെയ്ത് അവരെന്തുണ്ടാക്കിയിരുന്നു? ബീഡ്സ് അല്ലെങ്കിൽ അവരുടെ ക്രാഫ്റ്റിന്റെ പ്രൊഡക്ഷൻ.
Some beads were made of two or more stone cemented together, some of stone with gold caps. അപ്പം ഈ ബീഡ്സ് എങ്ങനെയായിരുന്നു? ഒന്നോ രണ്ടോ സ്റ്റോൺസ് ഇവര് ബീഡ്സ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ സ്റ്റോൺസിൽ ഒരു ഗോൾഡ് ക്യാപ്പ് വരുന്ന രീതിയിലുള്ള സ്റ്റോൺ വിത്ത് ഗോൾഡ് ക്യാപ്പ് വരുന്ന രീതിയിലുള്ള ബീഡ്സും ഇവര് യൂസ് ചെയ്തിരുന്നു. ഇനി ഇവരുടെ ആ ഒരു എന്താ ടോയ്സ് പോലെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്സ് ഫിഗറൈൻസ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ദ ഷേപ്സ് വേർ ന്യൂമറസ്. ഏതൊക്കെ ഷേപ്സിലായിരുന്നു കാണപ്പെട്ടിരുന്നത്? ഡിസ്ക് ഷേപ്പ് ഉണ്ടായിരുന്നു, സിലിണ്ടറിക്കൽ ഉണ്ടായിരുന്നു, സ്പെറിക്കൽ ഷേപ്പിൽ വരുന്നത്, അതുപോലെ ബാരൽ ഷേപ്പ്ഡ്, സെഗ്മെന്റഡ്, ഇത്രയും പല പല ഷേപ്പുകളിൽ ഉണ്ടായിരുന്ന ക്രാഫ്റ്റ് പ്രോഡക്ട്സ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. Some were decorated by incising or paintings, and some has design etched onto them. ചിലത് എന്താ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വരുത്തിയിരുന്നു, അല്ലെങ്കിൽ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ചിലതിൽ എന്താ ഒന്നും തന്നെ കാണപ്പെട്ടിരുന്നില്ല. ടെക്നിക്സ് ഫോർ മേക്കിംഗ് ബീഡ്സ് ഡിഫേർഡ് അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ. അപ്പൊ ഓരോ ബീഡ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്ന ആ ബീഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഓരോ മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കുന്ന ബീഡ്സിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് എന്തായിരുന്നു, അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു, വ്യത്യസ്തമായിരുന്നു. അപ്പം അത് പറയുമ്പോൾ ആദ്യമേ പറയുന്നതാണ് സ്റ്റീറ്റൈറ്റിനെ കുറിച്ച്. Steatite, a very soft stone, was easily worked. Some beads were molded out of paste made of steatite powder. അപ്പം സ്റ്റീറ്റൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്റ്റോൺ ആയിരുന്നു. അത് വെച്ച് ഉണ്ടാക്കുന്ന ബീഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിലുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ബീഡ്സുകളായിരുന്നു. This permitted making a variety of shape unlike the geometrical forms made of harder stone. അപ്പം ഈ സ്റ്റേറ്റൈറ്റ് കൊണ്ട് നമുക്ക് എന്താ പല പല വെറൈറ്റീസിലുള്ള പല പല ഷേപ്സിൽ ഉണ്ടായിരുന്ന ബീഡ്സ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. How the steatite micro bead was made remain a puzzle for archaeologists studying ancient technology. Archaeologists' experiments has revealed that the red color of carnelian was obtained by firing the yellowish raw material and beads at various stages of production. ഈ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന മൈക്രോ ബീഡ്സിനെ പറ്റി അതിന്റെ റിമൈൻസിനെ പറ്റി ആർക്കിയോളജിസ്റ്റ് ഒരുപാട് പഠനങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റായിട്ട് ഉണ്ടാക്കുന്ന ബീഡ്സ് എന്ന് പറയുന്നത് അവരുടെ ഹാരപ്പൻ കൾച്ചറിൽ ഉണ്ടായിരുന്ന ഒരു ടെക്നോളജിയെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിരുന്നു എന്നൊക്കെയാണ് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ആ റെഡ് ബീഡ്സ് കണ്ടോ, അതെന്ത് വെച്ച് ഉണ്ടാക്കിയെന്നായിരുന്നു പറഞ്ഞത്? കാർണിൽ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ കാർണിൽ എന്ത് കളറായിരുന്നു? റെഡ് കളറായിരുന്നു. റെഡ് കളർ എങ്ങനെയായി കിട്ടിയിരുന്നത്? ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താ ഫയർ ചെയ്യുക അല്ലെങ്കിൽ ചൂടാക്കി പല സ്റ്റേജസിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ആ കാർണിലിന് അങ്ങനെ ഒരു റെഡ് കളർ കിട്ടിയെന്നാണ് പറയുന്നത്. Nodules were chipped into rough shapes and then finely flaked into the final form. Grinding, polishing, and drilling completed the process. Specialists have been found at Avondaro, Lothal, and more recently at Tholavira. അപ്പൊ നമുക്ക് നോഡ്യൂൾസ്, അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ട് അതെല്ലാം കൂടെ ചിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഒരു റഫ് ആയിട്ടുള്ള ഷേപ്പ് കൊണ്ടുവരാം. അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ ഫോം എന്ന് പറയുന്നത് നമുക്ക് ഈ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താ ഇവിടെ കണ്ടോ, ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. അതൊക്കെ എന്താ ചെറിയ ചെറിയ പീസസ് ഒക്കെ കൂടെ ചേർത്ത് അതെല്ലാം ചിപ്പ് ചെയ്ത് ഒരു റഫ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ ഫോമിലേക്ക് കൊണ്ടുവരുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഐഡന്റിഫൈങ് സെന്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. In order to identify centers of craft production, archaeologists usually look for the following raw materials such as stone nodules, wall, copper ore, tools, unfinished objects, reject and waste materials, etc. In fact, waste is one of the best indicators of craft work. അപ്പൊ നമ്മൾ ഇവരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഇവരുടെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരുന്നതായിട്ട് കാണാം. അതായത് സ്റ്റോൺ നൊഡ്യൂൾസ്, ഷെൽസ്, കോപ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ യൂസ് ചെയ്തിരുന്നു ഇവരുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. അതുപോലെ എന്താ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് പോലും ഇവര് എന്താ ക്രാഫ്റ്റ് വർക്കിന് വേണ്ട സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
അടുത്തതാണ് സ്ട്രാറ്റജീസ് ഫോർ പ്രൊഡ്യൂസിംഗ് മെറ്റീരിയൽസ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആസ് ഈസ് ഒബ്വിയസ്, എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽ വാസ് യൂസ്ഡ് ഫോർ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ഇത്രയും നേരം എന്താ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസിന്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പൊ ക്രാഫ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു അവര് യൂസ് ചെയ്തിരുന്നത്. Some such as locally available, many such as stone timber. ഏതൊക്കെയായിരുന്നു? സ്റ്റോൺ, ടിമ്പർ, മെറ്റൽ ഹാഡ് പ്രൊക്യൂർഡ് ഫ്രം ഔട്ട്സൈഡ്. അപ്പം നമുക്ക് എന്താ ക്ലേ എന്ന് പറയുന്നത് ലോക്കലി ആ സമയത്ത് ഹാരപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ ക്ലേ വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ക്രാഫ്റ്റ് നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അതേസമയം സ്റ്റോൺ, ടിമ്പർ, മെറ്റൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടായിരുന്നു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ എന്തായിരുന്നു? റയർ ആയിരുന്നു. Terracotta toy model of Bullock cart suggests that this was one of the important means of transporting goods and people across land routes. അപ്പോ നമുക്കിവിടെ നിന്ന് ഒരു ടെറാക്കോട്ട ടോയ് മോഡൽ ഓഫ് ബുള്ളോ കാർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ബുള്ളോ കാർട്ടിന്റെ ഒരു ടെറാക്കോട്ട മോഡല് നമുക്ക് ഈ ഹാരപ്പൻ സൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് എന്തിനെയാണ് കാണിക്കുന്നത്? ഇവര് മറ്റ് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ലാൻഡ്സിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എന്ത് യൂസ് ചെയ്തിരുന്നു? ബുള്ളോ കാർട്ട്സ് യൂസ് ചെയ്തിരുന്നതിന്റെ ഏറ്റവും വലിയ എവിഡൻസസ് ആണ് എന്ത്? ആ ഒരു ബുള്ളോ കാർട്ടിന്റെ ടെറാക്കോട്ട ടോയ് എന്ന് പറയുന്നത്. Materials from the subcontinent and beyond. The Harappans procured materials for craft production in various ways. For instance, they established settlements such as Nageshwar and Balakot areas where shells are available. അപ്പം ഇവർക്ക് ക്രാഫ്റ്റ് പ്രൊഡക്ഷന് വേണ്ട എല്ലാ സാധനങ്ങളും ഹാരപ്പയിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പം അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല പല വഴികളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവര് നാഗേശ്വരം അതുപോലെ ബലാക്കോട്ട എന്ന സ്ഥലത്തൊക്കെ എന്ത് കിട്ടുമായിരുന്നു? ഷെൽസ് കിട്ടുമായിരുന്നു. അത് വെച്ച് അവരെന്താ ജ്വല്ലറീസും കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഷെൽസ് എവിടെയായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്? നാഗേശ്വരത്തും അതുപോലെ ബലാക്കോട്ടിലുമായിരുന്നു ഷെൽസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സെറ്റിൽമെന്റ്സും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതർ സൈറ്റ്സ് സച്ച് ആസ് ഷോട്ടുഗായി ഇൻ far off Afghanistan near the best source of lapis lazuli, a blue stone that was apparently highly valued, and Lothal, which was near sources of carnelian, steatite and metal. അപ്പം എന്തൊക്കെ ഇവർ എവിടെ നിന്നൊക്കെയായിരുന്നു ഈ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ജ്വല്ലറി മേക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നാഗേശ്വരം അതുപോലെ ബലാക്കോട്ട് എന്നുള്ള റീജിയൻസിൽ നിന്നും ഇവർ ഷെൽസ് കളക്ട് ചെയ്തു. ഷോട്ടുകായ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇവർ എന്ത് കളക്ട് ചെയ്തു? ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ. അതിന് ആ ലാപ്പിസ് ലസൂലിക്ക് നല്ല ബ്ലൂ കളറാണ്. അപ്പൊ ബ്ലൂ കളറിലുള്ള സ്റ്റോൺസ് വെച്ചിട്ടായിരുന്നു ഇവർ ബീഡ്സും കാര്യങ്ങളും ഓർണമെന്റ്സും യൂസ് ചെയ്തിരുന്നത്. അത് ഭയങ്കര വാല്യൂഡ് ആയിട്ടുള്ള ഹൈലി വാല്യൂഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോൺ കൂടിയായിരുന്നു. അത് അവർ എവിടെ നിന്നായിരുന്നു കളക്ട് ചെയ്തിരുന്നത്? അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഷോട്ടുകായിൽ നിന്നായിരുന്നു. അതുപോലെ ലോത്തലിയിൽ നിന്നായിരുന്നു അവർക്ക് എന്ത് കിട്ടിയിരുന്നത്? കാർണിൽ. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കാർണിലിന്റെ ഒരു ഇമേജ് ഒക്കെ കാണിച്ചില്ലേ? ഈ റെഡ് കളറിൽ വരുന്ന ബീഡ്സ് എന്തിൽ നിന്നായിരുന്നു? കാർണിലിൽ നിന്നായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആ കാർണിലിൽ എവിടെ നിന്നായിരുന്നു ഇവർ കൊണ്ടുവന്നിരുന്നത്? ലോത്തലിൽ നിന്നായിരുന്നു. അതേപോലെ തന്നെ സ്റ്റേറ്റ് ആയിട്ട് രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ നിന്നായിരുന്നു സ്റ്റേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ മെറ്റൽസ് ഒക്കെ എവിടെ നിന്നായിരുന്നു? രാജസ്ഥാനിൽ നിന്നായിരുന്നു കൂടുതലും അവര് കൊണ്ടുവന്നിട്ടിരുന്നത്. Another strategies for producing raw material may have been sent expedition to areas such as K3 region of Rajasthan for copper and South India for gold. അതുപോലെ പിന്നെ അവര് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവരെന്താ എക്സ്പെഡീഷൻസും കാര്യങ്ങളും നടത്തിയിരുന്നു. രാജസ്ഥാനിലെ K3 റീജിയനിൽ നിന്നായിരുന്നു ഒരു കോപ്പർ കളക്ട് ചെയ്തിരുന്നത്. അതുപോലെ സൗത്ത് ഇന്ത്യൻ റീജിയൻസിൽ നിന്നായിരുന്നു എന്ത് കളക്ട് ചെയ്തിരുന്നത്? ഗോൾഡ് കളക്ട് ചെയ്തിരുന്നത്. These expeditions established communication with local communities. അപ്പൊ ഇവരിങ്ങനെ എക്സ്പെഡീഷൻസ് നടത്തുന്നത് വഴി എന്ത് അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ രാജസ്ഥാനിലെ K3 റീജിയനിൽ ഉണ്ടായിരുന്നതും സൗത്ത് ഇന്ത്യയിലെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ ആയിട്ട് ഇവർക്ക് ഒരു ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. Occasional finds of Harappan artifacts such as steatite, microbeads in this areas as indicate of such contact. അപ്പോൾ നമുക്ക് ഈ K3 റീജിയനിൽ നിന്നും അതുപോലെ സൗത്ത് ഇന്ത്യൻ റീജിയനിൽ നിന്നൊക്കെ എന്തിന്റെ എവിഡൻസസ് കിട്ടുന്നുണ്ട്? സ്റ്റീറ്റൈറ്റിന്റെ എവിഡൻസസ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവര് അങ്ങോട്ട് എക്സ്പെഡീഷന് പോയിന്റെ ഭാഗമായിട്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നു.
അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത് ഇവർ യൂസ് ചെയ്തിരുന്ന സ്റ്റേറ്റും അതുപോലെ മൈക്രോ ബീഡ്സും അവിടെ നിന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത്. There is evidences in the Khetri area for what archaeologists call the Ganeshwar Jodhpur culture, with its distinctive non-hand pottery and a usual wealth of copper object. അപ്പം നമുക്ക് ഖേത്രി റീജിയനിൽ നോക്കുവാണെങ്കിൽ അവിടെ എന്താ, അവിടെ ഗണേശ്വർ ജോധ്പൂർ ആ കൾച്ചർ എന്ന് പറഞ്ഞ ഒരു കൾച്ചർ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് ഹാരപ്പൻസിനെ അവരുടെ പോട്ടറിയിലേക്കാളും ഭയങ്കര ഡിസ്റ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു പോട്ടറി ആയിരുന്നു നമുക്ക് എവിടെ കാണാൻ സാധിച്ചത്, ഈ ഖേത്രി റീജിയനിൽ വരുന്ന ഗണേശ്വർ ജോധ്പൂർ ആ കൾച്ചറിൽ കാണാൻ സാധിച്ചിരുന്നത്. അതുപോലെ തന്നെ കോപ്പറിന്റെ ഒരു വലിയ വെൽത്തും ഈ ഖേത്രി റീജിയനിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്താ, നമുക്ക് അതിൽ നിന്നൊരു കൺക്ലൂഷനിലെത്താം, ഇവര് കോപ്പറും ഈ ഖേത്രി റീജിയനിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു, അല്ലെ? നമ്മളത് പറയുന്നുണ്ടല്ലോ, കോപ്പറിന് വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് എക്സ്പെഡിഷൻ നടത്തുന്നു എന്ന് പറയുന്നത്. അതിനൊരു എവിഡൻസസ് കൂടിയാണ് എന്ത്, അവിടെ ഒരു വലിയൊരു വെൽത്ത് കാണുന്നത്, കോപ്പറിന്റെ വലിയൊരു ശേഖരണം നമുക്ക് കണ്ടുകിട്ടുന്നത്. ഇനി കോണ്ടാക്ട് വിത്ത് ഡിസ്റ്റൻസ് ലാൻഡ്സ്. അപ്പം ഹാരപ്പൻസിന്റെ ട്രേഡ് നോക്കുമ്പോൾ അവർക്ക് പല പല രാജ്യങ്ങളായിട്ടും പല പല സ്ഥലങ്ങളായിട്ടും ട്രേഡ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. Recent archaeologists find suggests that copper was also probably bought from Oman. അപ്പം നമ്മൾ ഖേത്രി റീജിയനിൽ നിന്ന് കോപ്പർ കളക്ട് ചെയ്തിരുന്ന കാര്യം പറഞ്ഞു. അതുകൂടാതെ ഇവർ എവിടുന്നും കോപ്പർ കൊണ്ടുവന്നിരുന്നു, ഒമാനിൽ നിന്നും കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയുന്നത്. Chemical analysis has shown that both Omani copper and Harappan artifact has traces of suggesting a common origin. അപ്പൊ ഇവര് ഈ ആർക്കിയോളജിസ്റ്റും ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പർ കണ്ടെത്തിയതിനു ശേഷം അവർ നടത്തിയ ആ ഒരു കെമിക്കൽ അനാലിസിസിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്ന എന്താണ്, ഒമാനിൽ നിന്ന് കൊണ്ടുവന്ന കോപ്പറിലും അതുപോലെ ഹാരപ്പയിലെ ആർട്ടിഫാക്റ്റിൽ നിന്ന് കണ്ടെത്തിയ കോപ്പറിലും രണ്ടിലും എന്തിന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു, നിക്കലിന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. അതെന്താ, ഇത് രണ്ടും ഒരേ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഒറിജിൻ സെയിം ആണെന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് രണ്ടിലും നിക്കലിന്റെ കണ്ടന്റ് കണ്ടെത്തിയത്. There are other traces of contact as well. A distinctive type of vessel, a large Harappan jar coated with thick layer of black clay has been found at Omani sites. പിന്നെ ഇവർ തമ്മിൽ ഒരു ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഹാരപ്പൻസിൽ അല്ലെങ്കിൽ ഹാരപ്പൻ കൾച്ചറിൽ യൂസ് ചെയ്തിരുന്ന ഒരു വലിയ ജാർ ഉണ്ട്, ഒരു ബ്ലാക്ക് ക്ലേ ഒക്കെ വെച്ച് ഒരു തിക്ക് ലെയർ ഒക്കെ കോട്ട് ചെയ്ത ഒരു ജാറ് നമുക്ക് ഹാരപ്പൻ കൾച്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, ഒമാനി സൈറ്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതും എന്തിന് എവിഡൻസസ് ആണ്, ഇവർ തമ്മിൽ ട്രേഡ് ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു എവിഡൻസസ് ആണ്. പിന്നീട് നമ്മൾ ഇവരുടെ സ്ക്രിപ്റ്റും സീൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും, സീൽസ് ആൻഡ് സീലിംഗ്സ് വെയർ യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനും ട്രേഡ്സിനും വേണ്ടിയിട്ടായിരുന്നു എന്താ സീൽസ് യൂസ് ചെയ്തിരുന്നത്. Imagine a bag of goods being sent from one place to another. Its mouth was tied with a rope and if a knot was affixed, some wet clay on which one or more seals were pressed and leaving an impression. അപ്പം ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഇവരൊരു സ്ഥലത്തേക്ക് ഒരു ബാഗ് നിറച്ച് എന്തേലും സാധനം, എന്തേലും പ്രോഡക്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തു വിടുവാണ്. ആ സമയത്ത് എന്താ, ഇവര് ആ സാധനങ്ങളെല്ലാം ആ ബാഗിൽ കെട്ടിയിട്ട് അതൊരു കയറ് വെച്ച് കെട്ടും. കെട്ടിയതിനു ശേഷം എന്താ അവര് ചെയ്യുന്നത്, ഇവരുടെ ഒരു സീൽ അതിൽ പ്രസ് എന്തിനു ഇത് ഇവിടുന്ന് എത്തിയുള്ള ഒരു ഇംപ്രഷൻ വരുത്താൻ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നുള്ള ആ ഒരു സീൽ, ഇവർക്ക് മാത്രം വരുന്ന ആ ഒരു സീൽ അതിനകത്ത് എപ്പോഴും ഇവര് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഇത് കിട്ടുന്ന ആൾക്ക് മനസ്സിലാവണല്ലോ ഇവരാണ് ഇത് കൊടുത്തത്, അല്ലെങ്കിൽ ഇവരാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ സീൽസും സീലിങ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്. ഈ നമുക്ക് ഇവരുടെ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, കൂടുതൽ ലെറ്റേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഒന്നും അല്ല വരുന്നത്, പിക്ടോഗ്രഫിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കാണപ്പെടുന്നത്. Harappan seals usually have a line writing probably containing the name and title of the owner. അപ്പൊ ആരുടെയാണോ സ്ക്രിപ്റ്റ് ആ ആളുടെ എന്താ പേരും ടൈറ്റിൽ എന്ന രീതിയിലുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ കാണാൻ പറ്റിയിരുന്നു, ഈ ഒരു സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. Scholars have also suggested that the motif conveyed a meaning to those who could not read. അതായത് ഒരു മോട്ടിഫ്, ജനറലി എന്താ മോട്ടിഫ് എന്ന് പറഞ്ഞ ഒരു അടയാളം പോലെ, ആനിമൽസിനെ ആയിരുന്നു മോട്ടിഫ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്, ഒരു അടയാളം പോലെ എപ്പോഴും കാര്യങ്ങളിലും യൂസ് ചെയ്തിരിക്കുന്നു പറയുന്നത്.
Most inscriptions are short and the longest containing about 26 signs. അപ്പം ഇവിടുത്തെ സ്ക്രിപ്റ്റിൽ നിന്നും നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാം ചെറിയ ചെറിയ ഇൻസ്ക്രിപ്ഷൻസിന്റെ ഫോംസിലാണ് കാണുന്നത്. പക്ഷെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിൽ ഏകദേശം 26 സൈൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മോസ്റ്റ്ലി ഇവരുടെ ഇൻസ്ക്രിപ്ഷൻസും കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും എല്ലാം വളരെ ചെറുതായിരുന്നു. ഏറ്റവും വലുതിൽ എത്ര സൈൻസ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു? 26 സൈൻസ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. Although the script remains undeciphered today, it was evidently not alphabetical and it has too many signs. അപ്പം ഇത് ഇതുവരെ നമുക്ക് ഡെസിഫർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇത് ആൽഫബറ്റിക്കിന്റെ ഫോമിലല്ല ഉള്ളത്, മറിച്ച് എങ്ങനെയാണ് കുറെ സയൻസും പിക്ടോഗ്രഫിക്ക് പോലുള്ള രീതിയിലായിരുന്നു ഇവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 375 തൊട്ട് 400 വരെ അടുത്തുള്ള സയൻസും കാര്യങ്ങളാണ് നമുക്ക് ഇവരുടെ സ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. It is apparent that the script was written from right to left. അപ്പം ഇവർ എഴുതിയിരുന്നത് ഇവരുടെ ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതായിരുന്നു അപ്പോസ്ട്രോഫീഡലായിരുന്നു, അല്ലെങ്കിൽ എന്താ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുന്ന ഒരു രീതിയിലായിരുന്നു ഇവരുടെ സ്ക്രിപ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. As some seats show a wider spacing on the right and cramping on the left. ഇതെങ്ങനെ നമുക്ക് ഇവര് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതിയിരുന്നതെന്ന് മനസ്സിലാവുന്നത്? ഈ റൈറ്റ് സൈഡില് കുറെ സ്പേസസ് വരുന്നുണ്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താ എഴുതി തികയാത്തത് പോലെയൊക്കെ നമുക്ക് ഇവരുടെ സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഇവര് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരുന്നു എഴുതിയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. Consider the variety of objects on which writing has been found: seals, copper tools, rims of jar, copper, terracotta tablets, jewelry, bond roads are evident ancient signboard. അപ്പം ഇവർ എന്തിലൊക്കെയായിരുന്നു ഇവരുടെ ആ ഒരു റൈറ്റിംഗ്സ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്? സീൽസിൽ ഉണ്ടായിരുന്നു, കോപ്പർ ടൂൾസില്, അതുപോലെ ജാറിന്റെ റിമ്മുകളില്, ടെറാക്കോട്ട ടാബ്ലറ്റ്സില്, ജുവലറീസില്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില് ഇവരുടെ ആ റൈറ്റിംഗ്സ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഇവരുടെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ്. നമുക്ക് ഇതിനകത്ത് തന്നെ കാണാല്ലേ, ഭയങ്കര ഇങ്ങനെ വലിയ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല, ഓരോ സൈസിലുള്ള വെയ്റ്റ്സും മെഷേഴ്സും ആണ് കാണാൻ പറ്റിയിരുന്നത്. Exchanges were regulated by precise system of weights usually made of a stone called chert, generally cubic. അപ്പം ഈ വെയ്റ്റ്സും മെഷേഴ്സും എന്ത് വെച്ചിട്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്? ഒരു സ്റ്റോൺ വെച്ചിട്ട്, അല്ലെങ്കിൽ യൂഷ്വലി ആ ഒരു സ്റ്റോൺ വെച്ചിട്ടായിരുന്നു അവർ നിർമ്മിച്ചിരുന്നത്. ആ സ്റ്റോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചേർട്ട് എന്ന് പറയുന്നത്. അപ്പോ ഇവരുടെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉണ്ടാക്കിയിരുന്നത് എന്ത് വെച്ചിട്ടായിരുന്നു? ചേർട്ട് വെച്ചിട്ടായിരുന്നു. മോസ്റ്റ്ലി ഇവരുടെ ആ ഒരു വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്ന് പറയുന്നത് ക്യൂബിക്കൽ ഷേപ്പിലാണ് കാണപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് ഒരു വിധത്തിലുള്ള മാർക്കിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അവിടെ കാണാനും സാധിച്ചിരുന്നില്ല. ദ ലോവർ ഡിനോമിനേഷൻസ് ഓഫ് വെയ്റ്റ്സ് വെയർ ബൈനറി. അതായത് ഇവർ യൂസ് ചെയ്തിരുന്ന വെയ്റ്റ്സ് എന്ന് പറഞ്ഞ ഡിനോമിനേഷൻസ് എന്ന് പറയുന്നത് ബൈനറി ആയിരുന്നു. അതായത് 1, 2, 4, 8 ആ ഒരു രീതിയിലുള്ള ബൈനറി ഫോമിലായിരുന്നു ഇവരുടെ ആ ഒരു വെയ്റ്റ്സിന്റെ ഡിനോമിനേഷൻസും കാര്യങ്ങളൊക്കെ പോയിരുന്നത്. ഹയർ ഡിനോമിനേഷൻസ് വരുന്നുണ്ട്, ഡെസിമൽ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തീരെ ചെറിയ വെയ്റ്റ്സും മെഷേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതോറിറ്റീസ് നോക്കുമ്പോൾ there are indicators of complex decision being taken and implemented in Harappan society. Take for instance, the extraordinary uniformity of Harappan artifacts are evident in pottery. അപ്പം അവിടെ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള എവിഡൻസസ് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവരുടെ പോട്ടറി നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഭയങ്കര യൂണിഫോമിറ്റി, അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ സീൽസ് എടുത്താലും അവരുടെ വെയ്റ്റ്സ് മെഷേഴ്സ് എടുത്താലും എന്തെടുത്താലും അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ഇവരുടെ സൈറ്റ്സ് പറഞ്ഞ സമയത്ത് തന്നെ ഒരു ഗ്രിഡ് സിസ്റ്റം ഇവർ ഫോളോ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ എന്തായാലും കൺട്രോൾ ചെയ്ത് അത്രയും യൂണിഫോം ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. Palaces and kings. If we look for center of power or for depiction of people in power, archaeological records provide no immediate answers. A large building found in Mohenjo-daro was labeled as a palace by archaeologists, but no spectacular finds were associated with it. അപ്പം ഇവിടെ പാലസസിനെയും കിങ്സിനെയും പറ്റി നമ്മൾ ഹാരപ്പയിലെ കൾച്ചറിനെയും കൂടെ റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്
മോഹൻജദാരോയിൽ നിന്നും ഒരു വലിയ ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ട്. അത് ആർക്കിയോളജിസ്റ്റ് പറയുന്നത് അത് പാലസസ് ആണെന്നാണ്. പക്ഷെ എന്താ, നമുക്കത് പാലസസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്നും തന്നെ അതിനകത്ത് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. A stone statue was labeled and continues to be known as priest king. അപ്പം ഇവിടെ നമുക്കൊരു സ്റ്റോൺ സ്റ്റാച്യു ഹാരപ്പൻ കൾച്ചറിൽ നടത്തുന്ന ഇവര് ഇതിനെ എന്തായിട്ടാണ് പ്രീസ്റ്റ് കിങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം മെസപ്പൊട്ടോമിയൻ ഹിസ്റ്ററി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെയും ഒരു പ്രീസ്റ്റ് കിങ്ങിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ബേസിലാണ് ഇവരെന്താ ഇതിന് ആ ഒരു സ്റ്റോൺ സ്റ്റാച്യുവിന് പ്രീസ്റ്റ് കിങ് എന്നുള്ള ഒരു പേരൊക്കെ നൽകുന്നത്. Some archaeologists are of the opinion that Harappan society had no rulers. ചില ആർക്കിയോളജിസ്റ്റ് പറയുന്നത് എന്താ, ഇവിടെ പ്രീസ്റ്റ് കിങ്ങിന്റെ ഒരു സ്റ്റോൺ സ്റ്റാച്യു കിട്ടിയെങ്കിൽ പോലും ഇവിടെ ഒരു റൂളർ ഇല്ലായിരുന്നു. എല്ലാവരും എന്താ ഈക്വൽ സ്റ്റാറ്റസ് എൻജോയ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. Others feel there was no single ruler but several. That the Mohenjo-daro has a separate ruler, Harappa another, and so forth. പിന്നെ കുറച്ച് ആർക്കിയോളജിസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സിംഗിൾ റൂളർ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഹാരപ്പയ്ക്ക് ഒരു റൂളർ ഉണ്ടായിരുന്നു, മോഹൻജദാരോയ്ക്ക് ഒരു റൂളർ ഉണ്ടായിരുന്നു, ഖാലിബംഗൻ ഉണ്ടായിരുന്നു, ലോത്തൽ ഉണ്ടായിരുന്നു. അങ്ങനെ പലതിനും പല പല റൂളേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. Yet another argued that there was a single state given the similarity in artifacts, the evidences for planned settlement. Standardized a ratio of brick size, establishment of settlements near source of raw material. ഇവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഓർഗനൈസ് ചെയ്തിരുന്ന സിമിലാരിറ്റി കണ്ടിരുന്നു ഇവരുടെ എല്ലാ കാര്യത്തിലും. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്, ഒരു യൂണിഫോമിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. ആ യൂണിഫോമിറ്റി വരണമെങ്കിൽ അതൊരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഒരാള് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇത് ഭരിച്ചിരുന്ന് കാണണം എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് എന്താ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുന്നതും അല്ല. ദ എൻഡ് ഓഫ് ദ സിവിലൈസേഷൻ, എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ നശിച്ചെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. There is evidences that by 1800 BC, most of the mature Harappan sites, such as Cholistan, has been abandoned. ഒരു 1800 BC കാലഘട്ടമാകുന്നതോടുകൂടി മെച്ചുവർ ഹാരപ്പൻ സൈറ്റ്സ്, അതായത് ചൊലിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങൾ അബാൻഡൻഡ് ആവുന്നു, അതായത് ഒറ്റപ്പെട്ടു പോകുന്നു. Simultaneously, there were expansions of populations into new settlements in Gujarat, Haryana, ആൻഡ് വെസ്റ്റേൺ ഉത്തർപ്രദേശ്. ഇതേ സമയം തന്നെ പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നു ഇങ്ങോട്ടൊക്കെ, ഗുജറാത്ത്, ഹരിയാന, അതുപോലെ വെസ്റ്റേൺ ഉത്തർപ്രദേശ് റീജിയൻസിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇൻ എ ഫ്യൂ ഹാരപ്പൻ സൈറ്റ് ദാറ്റ് കണ്ടിന്യൂ ടു ബി ഓക്യുപൈഡ് ആഫ്റ്റർ 1900 BC, there appeared a transformation of material culture marked by the disappearance of the distinctive artifact of the civilization, weight, seals, special beads, etc. പക്ഷെ ഒരു 1900 BC സമയത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്തു പോയ അല്ലെങ്കിൽ നിലനിന്നിരുന്ന ആ ഒരു സാധിക്കുന്നത് ഒരു മെറ്റീരിയൽ കൾച്ചറിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന എന്താ ബ്ലേഡ്സും സീൽസും സ്പെഷ്യൽ ബീഡ്സും എല്ലാം തന്നെ പയ്യെ പയ്യെ അങ്ങ് മാഞ്ഞു പോകുക അല്ലെങ്കിൽ അവിടെ ഇല്ലാണ്ടായി പോകുന്ന ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ഓൾസോ ഡിസപ്പിയർഡ്. അപ്പോൾ നമ്മൾ ഇവരുടെ റൈറ്റിംഗ്സിന്റെ പ്രത്യേകത പറഞ്ഞു, ട്രേഡിന്റെ പറഞ്ഞു, ക്രാഫ്റ്റിന്റെ സ്പെഷ്യലൈസേഷൻ ഒക്കെ പറഞ്ഞു. ഇതൊക്കെ പയ്യെ പയ്യെ അവിടുന്ന് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. In general, for pure materials were used for making pure things. House construction techniques deteriorated and large public structures were no longer produced. പയ്യെ പയ്യെ ഇവർ ആ വീടുകൾ നിർമ്മിക്കുന്നതിൽ കാണിച്ചിരുന്ന ആ ഒരു യൂണിഫോമിറ്റി ഒക്കെ കുറഞ്ഞു വരുന്നു. പബ്ലിക് സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നു. അങ്ങനെ മൊത്തത്തില് ഇവരുടെ ആ ഒരു സിറ്റീസും കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ അങ്ങ് നശിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ നമ്മൾ ഹാരപ്പൻസിന്റെ ഡിക്ലൈൻസ് പറയുമ്പോഴേക്കും നമുക്ക് അത് പറയുന്നത് പ്രകാരം ആര്യൻസ് വന്നതോടുകൂടിയാണ് ഈ ഹാരപ്പൻസ് അല്ലെങ്കിൽ ആ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഹ്യൂമൻ സ്കെൽറ്റൻസ് ഒക്കെ നമ്മള് പഠിച്ചതിന് ശേഷം ആര്യനുമായിട്ട് വരുന്ന സ്കെൽറ്റൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എവിഡൻസസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ കാരണം 1500 BC
സിവിലൈസേഷൻ നശിക്കുന്നത് 1800 BC. പിന്നെ വരുന്ന ഒരു ജോൺ കാരണമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ നശിച്ചു പോയതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെയും ഒരുപാട് തിയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻഡസിന്റെ ആ ഒരു ഒഴുകുന്ന ആ ഒരു പാത മാറിപ്പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്. ആ തിയറി കൊണ്ടുവരുന്ന ആരാണ്? H.T. ലാംബ്രിക് ആണ് ഇങ്ങനെ ഒരു തിയറി കൊണ്ടുവരുന്നത്. പിന്നെ അവരുടെ അഗ്രികൾച്ചറിൽ വന്ന ഡിസ്ട്രക്ഷൻ കൊണ്ടാണെന്നാണ് D.D. കൊസംബി പറയുന്നത്. അതേപോലെ ഗാഗർ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ടായിരുന്നു. ഗാഗർ ഹക്ര എന്ന് പറയുന്ന റിവർ ഇൻഡസിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു റിവർ ആയിരുന്നു. ആ റിവർ വറ്റിപ്പോയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ നശിക്കാൻ തുടങ്ങുന്നു. അപ്പൊ അവിടുന്ന് ആൾക്കാര് ബാക്കിയുള്ള ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ അപ്പൊ ഓവർ പോപ്പുലേഷൻ ആവുന്നു. അങ്ങനെ നശിച്ചു എന്നുള്ളൊരു തിയറി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇക്കോളജിക്കൽ ഇംബാലൻസസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടും ഹാരപ്പൻ സിവിലൈസേഷൻ നശിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.